ഇന്നത്തെ കാലത്ത് ഓൾട്ടർനേറ്റീവ് മെഡിസിൻ ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ ആത്മാവായ സമദ് സാഹിബിൻ്റെ അവസാന ഭാഷണത്തിൻ്റെ ചില വാക്കുകൾ കേട്ടുകൊണ്ടാണ് കയറി വരുന്നത്. സമാന്തര വൈദ്യശാസ്ത്ര മേഖലകൾക്ക് ഏറെ പ്രാധാന്യവും ആളുകളുടെ ഇടയിൽ സ്വീകാര്യതയും കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. ലോകത്തിൻ്റെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ മനുഷ്യ ആരോഗ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, മനുഷ്യന് രോഗമില്ലാതെ ജീവിക്കുന്നതിന് വേണ്ടി ഒരുപാട് ഗവേഷണങ്ങൾ പ്രാചീന കാലഘട്ടം മുതൽ നടത്തിയതായി കാണാം. രണ്ട് രീതിയിലാണ് ഇത്തരം വൈദ്യശാസ്ത്ര വിഷയങ്ങളിൽ ഗവേഷണങ്ങളും വികാസവും പ്രാപിച്ചു വന്നിട്ടുള്ളത്. ഏത് വൈദ്യശാസ്ത്രത്തിനും ഒന്നുകിൽ ഗവേഷണ നിരീക്ഷണ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു പാരമ്പര്യമുണ്ടാകും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ചൈനീസ് അക്യുപഞ്ചർ, അതിന് ഗവേഷണ നിരീക്ഷണങ്ങളുടെ വലിയൊരു പാരമ്പര്യം പറയാറുണ്ട്. 18-ാം നൂറ്റാണ്ടിൽ രൂപാന്തരപ്പെട്ടു വന്ന സാമുവൽ ഹനുമാന്റെ ഹോമിയോപ്പതി, അതിനും അത്തരം ചില ഗവേഷണ നിരീക്ഷണങ്ങളുടെയൊക്കെ കഥകൾ പറയാറുണ്ട്. ഇന്ത്യൻ അക്യുപഞ്ചർ മറ്റൊരു ശാഖയായി ഇന്ന് വികസിച്ച് വ്യത്യസ്തമായ ആളുകളിലൂടെ അത് സേവനം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. കൊറിയൻ ഫിലോസഫറായ പാർക്ക് ജേഗു വികസിപ്പിച്ച സുജോഗ് തെറാപ്പി എന്ന് പറയുന്ന ഒരു ഓൾട്ടർനേറ്റീവ് മെഡിസിനിൻ്റെ ഒക്കെ ശാഖകൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ സമാന്തര വൈദ്യശാസ്ത്ര മേഖലകൾക്ക് ഇന്നലകൾ കടന്നു വന്നതിൻ്റെ പിന്നിൽ വലിയൊരു ഗവേഷണത്തിൻ്റെ നിരന്തരമായ പഠനങ്ങളുടെ നിരീക്ഷണങ്ങളുടെ ഒക്കെ ചരിത്രം പറയാനുണ്ടാവും. മറ്റൊന്ന് ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ദൈവികമായ പരിവേഷങ്ങൾ നൽകപ്പെട്ടതോ അതല്ലെങ്കിൽ കൃത്യമായ പ്രമാണങ്ങളിലൂടെ ദൈവികമായ സ്പർശനമേറ്റതോ എന്ന് പറയാൻ കഴിയുന്നതായ ചില വൈദ്യശാസ്ത്ര മേഖലകൾ. ആയുർവേദത്തിൻ്റെ ആചാര്യന്മാർ അതിനെ അങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത്. വാഗ്ഭടൻ, സുശ്രുതൻ, ചരകനെ പോലെയുള്ള അതിൻ്റെ പഴയ കാലഘട്ടങ്ങളിലെ പാരമ്പര്യ ആയുർവേദ വൈദ്യന്മാർ അവരുടെ പുസ്തകങ്ങളിലൊക്കെ ഇതിനൊരു ദൈവത്തിൻ്റെ സ്പർശനമുണ്ട് എന്നും അതിനൊരു വൈദ്യശാസ്ത്ര മേഖലയോടൊപ്പം ആത്മീയ ബന്ധമുണ്ട് എന്നൊക്കെ അതിനെ പരിചയപ്പെടുത്തി പറയുന്നുണ്ട്. പ്രവാചക വൈദ്യം എന്ന് പറയുന്ന അത്യുബ് നബവിയുണ്ട്. പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ വചനങ്ങളിലൂടെ പിൽക്കാലഘട്ടത്തിൽ വികസിപ്പിച്ചെടുത്ത പ്രവാചക വൈദ്യവും അതുപോലെ വന്ന അതിനൊരു ദൈവിക പരിവേഷവും സൃഷ്ടാവിൻ്റെ ടച്ചും അതിൽ പരാമർശിതമായ ഒരു വൈദ്യശാസ്ത്ര മേഖലയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ലോകത്ത് ഇന്നുള്ള മുഴുവൻ വൈദ്യശാസ്ത്ര മേഖലകളും ഒന്നുകിൽ അത് മനുഷ്യൻ്റെ നിരീക്ഷണ പാഠങ്ങളിലൂടെ ലോകത്തിന് സമ്മാനിച്ചത്, അതല്ലെങ്കിൽ അതിനൊരു ദൈവിക പരിവേഷം നൽകപ്പെടുകയോ അതല്ലെങ്കിൽ സൃഷ്ടാവിൻ്റെ ഇടപെടലിലൂടെ സമൂഹത്തിന് നൽകപ്പെട്ടതോ ആയതാണ്. പക്ഷേ ഇതിലൊക്കെ കാലാന്തരങ്ങളിൽ കച്ചവട താല്പര്യങ്ങളും മായം ചേർക്കലുകളും കടന്നു വരുന്നു എന്നുള്ളിടത്താണ് പലപ്പോഴും നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായ ആളുകൾ മറ്റു വഴികൾ തേടുന്നത്. അലോപ്പതി ഒരുപക്ഷെ പ്രസവവുമായി ബന്ധപ്പെട്ട് കോംപ്ലിക്കേഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള കേസുകൾ, അതിന് നീ ഹോസ്പിറ്റലിൽ പോകേണ്ട, വീട്ടിൽ പ്രസവിച്ചാൽ മതി എന്ന് പറയുന്നതിനോട് പേഴ്സണലി വ്യക്തിപരമായ യോജിപ്പുള്ള ആളല്ല ഞാൻ. പക്ഷെ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴും ഈ കച്ചവട താല്പര്യം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഇത്തരം വെള്ളം ചേർക്കലുകൾ എന്ന് പറഞ്ഞതുപോലെ ഹോസ്പിറ്റാലിറ്റി മേഖലയെ ഇന്ന് ബിസിനസ് മേഖലയായി അഥവാ വൈദ്യശാസ്ത്ര മേഖലയെ സേവനം എന്ന് വിളിപ്പിക്കുന്നതിന് പകരം വിൽക്കേണ്ടതിന് പകരം ഇതൊരു കച്ചവടം എന്ന് വിളിക്കേണ്ട രീതിയിൽ കൂടിന് കൂടായി ഓരോ ജംഗ്ഷനുകളിലും കവലകളിലും ഹോസ്പിറ്റലുകൾ വരികയും ആവശ്യമില്ലാതെ മനുഷ്യരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എടുത്തിട്ട് കത്തിവെച്ച് ഒന്നിനു പുറകെ ഒന്നായി സർജറികൾ നടത്തിയിട്ട് അതിൻ്റെ പേരിൽ കമ്മീഷൻ എടുക്കുകയും, ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ ചാർജ് എടുത്താൽ പരിസരത്തുള്ള ക്ലിനിക്കുകളിലൊക്കെ അവിടെയുള്ള ഡോക്ടേഴ്സിനെ ഒന്ന് കൺസൾട്ട് ചെയ്ത് ഒരു ഏജന്റിനെ വിട്ടുകൊണ്ട് അവിടെ വരുന്ന ആളുകൾക്കൊക്കെ ആൻജിയോഗ്രാമിനും ആൻജിയോപ്ലാസ്റ്റിക്കും എഴുതി കൊടുത്തിട്ട് ഇങ്ങോട്ട് ഞാൻ ആളുകളെ കൊണ്ടുവരാം, അതിനുള്ള കമ്മീഷൻ നിങ്ങൾ കൊടുത്താൽ മതി എന്ന് ഹോസ്പിറ്റൽ മുതലാളിമാരോട് അതിൻ്റെ ഓണേഴ്സിനോട് സംസാരിക്കുന്ന ഒരുപക്ഷെ ചില ഡിപ്പാർട്ട്മെന്റിന്റെ പേര് പറഞ്ഞാൽ പിന്നെ അത് പ്രശ്നമാകുമല്ലോ. അങ്ങനെയുള്ള ഡോക്ടർമാരൊക്കെ ഈ കാലഘട്ടത്തിൽ വ്യാപകമായി വളർന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ തീർച്ചയായും നമ്മുടെ മുന്നിൽ ഈ സമാന്തര വൈദ്യശാസ്ത്ര മേഖലകൾ വലിയൊരു ആശ്വാസമാണ് പകരുന്നത്. തീർച്ചയായും സമദ് സാഹിബ് ഞാൻ ചുരുങ്ങിയ കാലഘട്ടങ്ങളിലെ ബന്ധങ്ങളിലൂടെ മനസ്സിലാക്കിയത്, അങ്ങനെ ഒരു നിഷ്കളങ്കമായ ഇത്തരം മേഖലയെ
സർവീസായി കാണണമെന്ന്, സേവനമായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ തന്നെ സൃഷ്ടാവ് അതിനെ സ്വീകരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. തീർച്ചയായും വൈദ്യശാസ്ത്ര മേഖല അത് മനുഷ്യന്റെ ഏറ്റവും നിസ്സഹായ അവസ്ഥയിൽ അവന് സർവീസ് നൽകേണ്ട, സേവനം ചെയ്യേണ്ട ഒരു മേഖല തന്നെയാണ്. അതിൽ ശുശ്രൂഷ നൽകപ്പെടുന്നത്, ക്യൂറാക്കുന്നത്, ചികിത്സിക്കപ്പെടുന്നത് പ്രാർത്ഥനയ്ക്കും ഏറെ കടപ്പാടിനും ഏറെ നന്ദി രേഖപ്പെടുത്തുന്നതിനുമുള്ള കാരണമായ മേഖലയാണ്. പ്രിയപ്പെട്ട ഇതിൻ്റെ അണിയറ ശില്പികൾ, ആ ഒരു ചിന്തയോടുകൂടി തന്നെ നിങ്ങൾക്ക് നന്ദി കിട്ടുന്നതിനോടൊപ്പം സൃഷ്ടാവിൻ്റെ അനുഗ്രഹം ഉണ്ടാകും ഉറപ്പാണ് എന്ന എല്ലാ മതപ്രമാണങ്ങളും മുൻനിർത്തിയുള്ള ആ ഒരു സന്ദേശവും കൈമാറിക്കൊണ്ട് ഇതിൻ്റെ അണിയറ ശില്പികൾക്ക് അതിന് കഴിയട്ടെ. ഒരുപക്ഷെ കാലാന്തരങ്ങളിൽ ഇതൊക്കെ വികസിച്ചിട്ട് കച്ചവട താല്പര്യങ്ങളിലേക്ക് പോയി മനുഷ്യനെ കഴുത്തെറുക്കുന്ന വൈദ്യശാസ്ത്ര മേഖലയാകാതെ കാലഘട്ടത്തിലുള്ള തലമുറകൾക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.